സൂപ്പറാണ്. ഒന്നാം ക്ലാസ് സ്ക്രിപ്റ്റ്, ട്വിസ്റ്റ് ഒരു രക്ഷയില്ല. നല്ല സിനിമ, സൂപ്പർ പടം. ഒരു വളരെയധികം വെറൈറ്റി ഉള്ള ഒരു കുറ്റാന്വേഷണ ചിത്രമാണ്. അടിപൊളി സിനിമ, പടം സൂപ്പർ, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടമാണ്, ഉഗ്രം പടമാണ്, ഗംഭീര സിനിമ, അടിപൊളി പടം. ഒത്തിരി ഇഷ്ടമായി. എനിക്ക് തന്നെ ഭയങ്കര ഫീലായി. വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലറാണ്. അവന് ഞാനുള്ള ബന്ധം അതിൽ കണ്ടതിനേക്കാളും ദൃഢമാണ്. അങ്ങനൊരു മകന് ജന്മം കൊടുത്ത ഞാൻ സന്തോഷമാണ് എനിക്ക്. ഭയങ്കര വിഷം തോന്നി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. നല്ല സിനിമ, നല്ല സിനിമ. മാളികപ്പുറത്തില് അച്ഛനും മോളായിരുന്നു, ഇപ്പൊ ഒരു അമ്മയും മോനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്, നല്ല ത്രില്ലറാണ്. അടിപൊളി അടിപൊളി ഗംഭീര. നല്ല പടാട്ടാ. ഇപ്പോഴും സങ്കടം വന്നു ആ കൊച്ചിന്റെ കാര്യം അടച്ചിട്ട്. അതിൽ അപർണദാസ് എന്ന് പറയുന്ന നടി എന്ത് കിടിലം പെർഫോമൻസാ. സൂപ്പറാണ്, നന്നായിട്ടുണ്ട്. ഭയങ്കര ഇമോഷണലായിട്ടാണ് നമ്മൾ എല്ലാവരും ഗംഭീര. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മേക്കിംഗ് ഗംഭീരമാണ്. പിന്നെ ഉഗ്ര സീൻ ഓർഡർ, ഉഗ്ര തിരക്കഥ, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നല്ല ട്വിസ്റ്റ് ഉണ്ട്, എല്ലാ രസമായിട്ടുണ്ട്. ഫാമിലി ഭയങ്കര ഇമോഷണലാണ്. ഭയങ്കര വിഷം തോന്നി. നിങ്ങൾ കാണില്ലേ? നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറ, ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട്. സിനിമ അതിഗംഭീരമായ സിനിമ. ഈ അടുത്ത കാലത്ത് ഇത്ര മനോഹരമായൊരു സിനിമ കണ്ടിട്ടില്ല. ഒന്നാം ക്ലാസ് സ്ക്രിപ്റ്റ്, എയർ ടൈസ്റ്റ് സ്ക്രിപ്റ്റ്. നടന്മാരെയൊക്കെ പറ്റി പറയാൻ അവർ എന്താ ഒരു ഷോട്ടിൽ വന്നവന്മാർ പോലും അതിഗംഭീരമായ പെർഫോമൻസാണ് ചെയ്യണം. ഈ അടുത്ത കാലത്ത് ഇത്ര നല്ല സിനിമ കണ്ടിട്ടില്ല. വെറുതെ പറയുന്നതല്ല, ചാനലിന് മുമ്പിൽ പറയുന്നതല്ല. മോശം സിനിമ മോശമാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ആളെ. പക്ഷേ ഗംഭീരമായ സിനിമ. സ്റ്റോറി, നല്ല ഡയറക്ഷൻ, സൂപ്പർ കാസ്റ്റിംഗ്. ഓരോ നിമിഷവും നമ്മളെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ. നല്ല ത്രില്ലാണ്, അടിപൊളിയാണ്. നല്ല സിനിമ, സൂപ്പർ പടം. നല്ല സൂപ്പർ പടം. നല്ല പടം, നല്ല പടം. നന്നായിട്ടുണ്ട്, നല്ല പടം. അടിപൊളി സിനിമ. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സസ്പെൻസാണ്. പിന്നെ നമ്മുടെ അശോകൻ ചേട്ടൻ്റെ മോൻ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ്, അതുപോലെ തന്നെ സൈജു കുറുപ്പേട്ടൻ, അങ്ങനെ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പാട്ടുണ്ട്, അതിൻ്റെ BGM ആണെങ്കിലും സസ്പെൻസ് ഉണ്ട്. ആകാശദൂത് സിനിമയ്ക്ക് ശേഷം കണ്ണു നിറഞ്ഞു പോയൊരു സിനിമ തന്നെ. കാരണം അതുപോലെ കണ്ടവരെല്ലാം പറയും നല്ല ഗംഭീരമാണ്. എന്തായാലും വിനയൻ സാറിൻ്റെ ആ ഒരു മികവ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. വിനയൻ സാറിൻ്റെ മകൻ എന്ന പേര് തന്നെ സംവിധാന രീതിയിൽ അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. ആസ് ഓൾവേസ് സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിയേട്ടൻ്റെ ആ ഒരു ലെവലിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കാണാം. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ആ കൊച്ചിൻ്റെ മുഖം മനസ്സിൽ പോകുന്നില്ല. സോ എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പടം സൂപ്പർ, നല്ല സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു അമ്മയും മകനുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ആ സ്നേഹം, ഒരു അമ്മയുടെ അല്ലേ, ഒരു മകൻ അമ്മയുടെ ആ ഒരു സ്നേഹം കൊതിക്കാനുള്ള ഒരു നല്ലൊരു ഭയങ്കര ഹാർട്ട്, ഒത്തിരി ഇഷ്ടമായി. സൂപ്പർ, കണ്ണു നിറയ്ക്ക് വന്ന നല്ല സിനിമ. ഞാനെന്ത് പറയാനാ, നല്ലതാണ്. അമ്മയും മകനും എന്നുള്ള ബന്ധം അത് തന്നെയല്ല, ഇന്നത്തെ കാലത്ത് അമ്മ അച്ഛൻ മക്കളെന്നുള്ള ബന്ധങ്ങൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു സിനിമ അവർക്ക് അച്ഛനമ്മമാർക്ക് മക്കളോടും മക്കൾക്ക് അച്ഛനമ്മമാരോടുള്ളൊരു ബന്ധം ദൃഢമാക്കാനും എല്ലാവർക്കും കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു പടം. നല്ല, തീർച്ചയായിട്ടും. അങ്ങനൊരു മകന് ജന്മം കൊടുത്ത ഞാൻ സന്തോഷമാണ് എനിക്ക്. അവൻ ഉയരങ്ങളിലേക്ക് വരട്ടെ. അവന് ഞാനുള്ള ബന്ധം അതിൽ കണ്ടതിനേക്കാളും ദൃഢമാണ്. എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞങ്ങൾ. തീർച്ചയായിട്ടും. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നല്ല അടിപൊളി പടമായിരുന്നു. അമ്മയും മകനും കൂടെയുള്ള ആ ഒരു ആത്മബന്ധം. ഞാൻ മസ്കറ്റിൽ നിന്ന് മസ്കറ്റിലോട്ട് പോകാൻ നിൽക്കുക ഇത് കണ്ടിട്ട് പോകാനായിട്ട്. എല്ലാ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരുപാട് കേസുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു നമുക്ക് കാണുമ്പോഴത്തേക്കും. മിഷേൽ ഷാജി കേസ് എസ്പെഷ്യലി തോന്നുന്നുണ്ട്. നല്ല പടം, ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി പടം. ലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അതൊരിക്കലും എന്താ പറയുക, അതിൽ നമുക്കൊരു കോട്ടം വരുത്തിയിട്ടില്ല. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ത്രില്ലറാണ്, നല്ല ഗ്രിപ്പുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. രസമുണ്ട് കണ്ടിരിക്കാൻ. ഇമോഷണൽ ഉണ്ട് അമ്മയായിട്ടുള്ള. അതിനേക്കാളും കൂടുതൽ രസമുള്ള ഇൻവെസ്റ്റിഗേഷനാണ്, കണ്ടിരിക്കാം. ത്രില്ഡാണ്. 2.5 മണിക്കൂർ. അതെ, കങ്കുവ അപ്പുറത്തുണ്ടെങ്കിലും ശ്രീബാല നല്ല ഇൻവെസ്റ്റിഗേഷനാണ്. രണ്ട് ജോണറാണല്ലോ. ശ്രീബാല ഉറപ്പായിട്ട് കണ്ടിരുന്നാൽ നല്ല കണ്ടിരിക്കാൻ പറ്റിയ ത്രില്ലറാണ്. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. അർജുന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണേണ്ട മസ്റ്റ് വാച്ച് മൂവി തന്നെ. ആനന്ദ് ശ്രീബാല ഇമോഷണൽ വർക്കൗട്ട് ചെയ്ത ഒരു സിനിമയാണ് ആനന്ദ് ശ്രീബാല.
ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിൽ ഉപരി ഒരു ഇമോഷണൽ ഫീല് നമുക്ക് ഉണ്ടാവുന്ന ഒരു അമ്മയോടുള്ള സ്നേഹം ഒരു മകന് എത്രത്തോളം ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഡെപ്തായിട്ടുള്ളൊരു സിനിമയാണ് ആനന്ദ് ശ്രീബാല. എന്തുകൊണ്ടും ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ്. ഫാമിലിക്ക് ഒത്തൊരുമിച്ച് വന്നിരുന്ന് കണ്ട് ആസ്വദിച്ച് പോകാവുന്ന ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. സൂപ്പർ. നല്ലൊരു അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ മൂവി ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ലൈക്ക് ഡയറക്ഷൻ ആയാലും റൈറ്റിംഗ് ആയാലും മ്യൂസിക്കും എല്ലാം അടിപൊളിയായിരുന്നു. ആക്ടിങ് പെർഫോമൻസസ് എല്ലാം. ശേഷം ചെയ്തൊരു പടമല്ലേ, സൂപ്പർ മൂവി. സൂപ്പർ കലക്കി. നല്ല എന്താ പറയണേ, ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നാണ് നോക്കിയിരിക്കുമായിരുന്നു. ഡിഫറെൻ്റാണ് ഒരു നമ്മുടെ മോൻ അഭിനയിച്ചിരിക്കുന്നത് അർജുനല്ല. അതിനകത്ത് ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് നായികയായിട്ട് അഭിനയിച്ച കുട്ടി നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് വന്ന അസീസ് ഉള്ള സീൻസ് അസീസ് നന്നായിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടുണ്ട്. പടം നല്ലതാണ്. അടിപൊളി. വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലറാണ്. അവസാന നിമിഷം അഭിലാഷിനോട് പറയുണ്ടായി കണ്ണീര് വെള്ളം വരും. അതുപോലെ ഒരു അനുഭവമാണ്. എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാം തികഞ്ഞൊരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. വിനയ് സാറിൻ്റെ മകൻ്റെ രണ്ടാമത്തെ ചിത്രം. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു അഭിലാഷ് പിള്ള എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇതിലെ ഓരോ ഡയലോഗുകളും എല്ലാം നല്ല മനോഹരമായിരുന്നു. അഭിനേതാക്കളുടെ കാര്യമാണെങ്കിൽ അർജുൻ അശോകൻ, അതേപോലെ തന്നെ സംഗീത മാഡം, പിന്നെ നമ്മുടെ അസീസ്ക, എല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കുന്നത്. അഭിനയിച്ചിരിക്കുന്ന എല്ലാം പക്ക കാസ്റ്റിംഗ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ആനന്ദ് ശ്രീബാല. ഒരു വളരെയധികം വെറൈറ്റി ഉള്ളൊരു കുറ്റാന്വേഷണ ചിത്രമാണ് മലയാള സിനിമക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പ്രഗത്ഭനായ ഒരു സംവിധായകനെയാണ്. ഗംഭീരമായിട്ടുണ്ട്. നല്ലൊരു 100% എന്താണ് ത്രില്ലിങ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിങ് ഫിലിം എന്ന് പറയാം. പിന്നെ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ തിരിച്ചു വന്നു പറഞ്ഞാൽ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന റോൾ അവതരിപ്പിച്ച സംഗീത എന്ന മേഡം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വിനയ് സാറിൻ്റെ മകൻ നല്ലൊരു ഡയറക്ടറാണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ, മ്യൂസിക് എല്ലാം അടിപൊളി. നല്ല പടമാണ്, ഉഗ്രം പടമാണ്. വിഷ്ണു ആദ്യമായി അങ്ങനെ ചെയ്യുന്നൊരു പടമാണെന്ന് പറയുകയില്ല. അതിഗംഭീരമായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഉഗ്രം പടമാണ്. ഹാപ്പിയാണ്. നല്ല പടമാണ്. ഫാമിലി സൂപ്പർ പടം. ഒന്നും പറയാനില്ല. അടിപൊളി, കൊള്ളാം. നല്ലൊരു ഡീസൻറ്റ് ത്രില്ലറാണ്. ഗംഭീര സിനിമ. ഇതിൽ നമ്മൾ ഈ സിനിമ അവസാനിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിന്ന് വേറൊരു ക്ലൈമാക്സിലേക്ക് പോകുന്നു. അപ്പോൾ ട്വിസ്റ്റ് ഒരു രക്ഷയില്ല. കൊള്ളാം. നല്ല എഴുത്തും നല്ല പരിപാടിയിലാണ്. നല്ല മേക്കിംഗ് ആണ്. വിഷ്ണു വിനയ്, അതുപോലെ തന്നെ അഭിലാഷ് പിള്ളേ, നല്ല സ്ക്രിപ്റ്റൊക്കെ ഗംഭീരമായി. ഒരു ഫാമിലി മൂവിയിൽ നിന്ന് നമ്മൾ ഈ ത്രില്ലറിലേക്ക് വരുമ്പോൾ ഈ ഫാമിലി ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു അമ്മയും മകനും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ആനന്ദ് ശ്രീബാല എനിക്കിഷ്ടമായി. താങ്ക് യു. എനിക്ക് ഭയങ്കര ഒരു ഹെവി ഫീൽ ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സെക്കൻഡെങ്കിലും ചെറുതായിട്ടൊന്ന് കണ്ണു നിറഞ്ഞായിട്ട് ഫീൽ ചെയ്യുന്നത് പല സീനുകൾ കാണുമ്പോഴും. ഒരു അമ്മ മകൻ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? അർജുനുണ്ടായിരുന്നത് എനിക്ക് തന്നെ ഭയങ്കര ഫീലായി. ഭയങ്കര ഹെവി ഫീലുണ്ട് ഇപ്പോൾ. പ്രസൻറ്റ് ഇമോഷണലി ഇതേ ഫീലിംഗ് ആണ്. എങ്ങനെ പറയണമെന്നറിയില്ല. ഭയങ്കര ഹെവിയാണ്. ബിക്കോസ് അത്രയും സ്നേഹത്തോടെ ചെയ്തൊരു സിനിമയാണ് അത്. സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞാനും ഇന്നാണ് കാണുന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി. തീർച്ചയായും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. താങ്ക് യു. മൂന്നൊരു വൈറ്റാണല്ലോ. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത് വലിയൊരു പടമാണ് എനിക്ക്. കാരണം എന്നെ ലീഡാക്കി ഇത്രയും വലിയ കാസ്റ്റും ഇത്രയും വലിയ ബാനറിലൊക്കെ ഒരു പടം വരാനുള്ള സ്വപ്നം അതിന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണാൻ പടം. അപ്പോൾ ഓരോ
ഓരോ പടം ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അത് വർക്കായ അടുത്ത പരിപാടി വേറെ രീതിക്ക് പിടിക്കും, വർക്കായില്ലെങ്കിൽ അടുത്ത പരിപാടി വേറെ രീതിക്ക് പിടിക്കണം. അടിപൊളിയായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു. വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു. കൂടുതൽ പറഞ്ഞോളാം. പ്രേക്ഷകർ ഫീൽ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങുകയാണ്. എനിക്കറിയില്ല കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ. അതിൻ്റെ ആ റിസൾട്ടൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഷോ ഭയങ്കര എല്ലാവർക്കും നല്ല പ്ലീസിങ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു. അത് കണക്ക് കേരളത്തിലെ ബാക്കി എല്ലാ ഷോസും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാനിനി ഒരു വലിയ ഒരുപാട് പേരിത് കണ്ട് എല്ലാവരിൽ നിന്ന് ഞാൻ അഭിപ്രായം കേൾക്കണം. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഒരു എത്രമാത്രം മുന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുക. അങ്ങനെ ഇറങ്ങി ചെല്ലണമെന്ന് ആഗ്രഹിച്ച് തന്നെ ചെയ്ത സിനിമയാണ്. ഞങ്ങൾ ഒരുപാട് മനസ്സും ഒരുപാട് സമയവും ഒരുപാട് ഇമോഷണലി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമയാണ്. കാരണം അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഞാനും അഭിലാഷും ഞങ്ങളെല്ലാവരും, അർജുനും, ഞങ്ങളുടെ കാസ്റ്റ് എല്ലാവരും, ബാക്കി ടെക്നീഷ്യൻസ് എല്ലാവരും ആ ഒരു കോസിനും കൂടെ വേണ്ടി ഈ സിനിമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം 100% സത്യസന്ധമായിട്ടും എത്തിക്കലായിട്ടും, കാരണം ഈ കഥ നമ്മുടെ ചുറ്റും കണ്ടിട്ടുള്ളൊരു കഥയുടെ ചായ ഉള്ളത് കൊണ്ട് തന്നെ എത്തിക്കലായിട്ടും ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നല്ല ഹാപ്പിയാണ് കണ്ടിട്ട്. ബാക്കിയുള്ളവർ കണ്ടിട്ട് നല്ല റിവ്യൂ തന്നായിരുന്നു ഹാപ്പി. ഇപ്പോൾ കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട്. അടിപൊളി പടം, കാണേണ്ട പടം. പടം കണ്ടതല്ലേ? ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി. കാരണം ക്യാമറ ആയിരുന്നാലും വിഷ്ണുവിൻ്റെ ഡയറക്ഷൻ ആയിരുന്നാലും നമുക്ക് അർജുൻ എന്ന പുതിയ മുഖമാണ് അർജുനന് നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു ചെറിയൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. പടം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് 100% വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, പ്രോത്സാഹിപ്പിക്കണം. നല്ല സിനിമയാണ്. താങ്ക് യു. ഗംഭീര സിനിമ, ഓരോ ത്രില്ലടിച്ച് കാണാൻ പറ്റാവുന്ന ഒരു സിനിമ. ഗംഭീരമായിട്ട് വർക്ക്. നല്ല സിനിമ. വിഷ്ണു വിനയൻ അദ്ദേഹത്തിൻ്റെ നവകഥ നല്ല രീതിയിൽ ഗംഭീര അറിവിൽ, അതുപോലെ തന്നെ അഭിലാഷ് പിള്ളയുടെ നല്ല എഴുത്ത്. പടം ഒത്തിരി ഇഷ്ടമായി. മാളികപ്പുറത്തിൽ അച്ഛനും മോളായിരുന്നു, ഇപ്പോൾ ഒരു അമ്മയും മോനാണ്. ഇനി മലയാളികളുടെ എല്ലാവരുടെയും മനം കീഴടക്കാൻ ഇവർ തരുന്നതായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമായി സിനിമ. ഒത്തിരി ഇമോഷൻസൊക്കെ ഒന്നിച്ച് വരുന്ന ഒരു സിനിമയാണ്. എന്തായാലും വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകും. ഒരു അടിപൊളി മൂവിയാണ്. അഭിലാഷ് ഏട്ടൻ തകർത്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത് സ്റ്റോറി. എവറി സിംഗിൾ ആക്ടർ, ഡയറക്ടർ എല്ലാവരും നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അമ്മയും മോനും കേരളം അല്ലെങ്കിൽ ലോകം കീഴടക്കട്ടെ കേട്ടോ. അടിപൊളി നല്ല പടമാണ്. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. നമ്മളെ പിടിച്ചിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. നല്ല ത്രില്ലറാണ്. അടിപൊളി ഗംഭീരം. ഡയറക്ഷൻ, ക്യാമറ എല്ലാം അർജുൻ നന്നായി ചെയ്തിട്ടുണ്ട്. സംഗീത ടീച്ചറൊരു നല്ലൊരു കമ്പാക്കാണ്. എനിക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ക്യാരക്ടറും കറക്റ്റായിട്ട് മാച്ചായി വന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. താങ്ക് യു. നല്ല പടമാണ്, അടിപൊളി പടമാണ്. ഇഷ്ടപ്പെട്ടോ? അല്ലേ? നല്ല പണിയെടുത്തിട്ടുണ്ട്. ഒരു 3 മാസം കട്ടപ്പണിയായിരുന്നു ഈ മൂവി. അത്രയും കിടില എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതായത് നമ്മൾ കുറേ ഓപ്ഷൻസ് ചെയ്യലും കുറേ റിമൂവ് ചെയ്യലും ആഡ് ചെയ്യലും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്നാണ് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും റെസ്പോൺസ് മനസ്സിലായത്. ഞാൻ ഇതുവരെ ചെയ്തൊരു BGMൻ്റെ ഒരു പാറ്റേൺ അല്ല, ഒരു പാലറ്റ് അല്ല ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അത് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ. നല്ലതാണെങ്കിൽ എഴുതണം ഡെഫിനറ്റായിട്ടും കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. ഞാൻ എപ്പോഴും പറയും, അഭിമാനത്തോടെ ഞാൻ പറയും, ആനന്ദ് ശ്രീബാല തിയേറ്ററിൽ ഒന്ന് കാണണമെന്ന്. അതെല്ലാവരും ചെയ്യുക. താങ്ക് യു. നല്ല പടം കേട്ടോ. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണാം. ഗംഭീര പടം. നിങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ? നല്ല പടം, ഗംഭീര പടം. സൂപ്പർ പടം. നല്ല പടം. ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൂപ്പർ. എല്ലാവരും നന്നായി. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പഴുതുമില്ല. എല്ലാം അടച്ച് ഒരിക്കലുമില്ല. നല്ല എല്ലാവരും ഡയറക്ഷൻ വൈസ്, റൈറ്റിംഗ് എല്ലാം, ആക്ടിങ് സൂപ്പർ. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. നല്ല സിനിമ, അടിപൊളി. ഇപ്പോഴും സങ്കടം വന്നെ ആ കൊച്ചിൻ്റെ കാര്യം അടച്ചിട്ട്. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ പടം കണ്ടോ? ഇഷ്ടമായോ? അടിപൊളിയില്ലേ? അപ്പോൾ ഒന്നും പറയാനില്ല. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി പടം കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ. നല്ല രസമുള്ള പടം, ഭയങ്കര പാക്ഡ് ആയിട്ടുള്ളൊരു പടം. കുറേ ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവും ചില സീക്വൻസസ് ഒക്കെ. അപ്പോൾ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. നിങ്ങൾ അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ക്യാരക്ടർ ഇഷ്ടമായോ?
ഇഷ്ടമായി. ഇതൊക്കെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇച്ചിരി ടഫ് ആവണോ? അയ്യോ ശരി, താങ്ക് യു സോ മച്ച്. നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡീസൻറ്റ് വൃത്തിയുള്ളൊരു ത്രില്ലർ, നല്ലൊരു സിനിമ, നല്ല ഫീൽ ഗുഡ്. അമ്മ ഇമോഷനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വൃത്തിയുള്ളൊരു സിനിമയാണ്. പടം അടിപൊളിയാ, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ പടത്തിലൊരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചു. കുറേ മ്യൂസിക്കൊക്കെ നമ്മൾ പിടിച്ചിരുത്തും. നല്ല പടമാണ്. അതിൽ അപർണദാസ് എന്ന് പറഞ്ഞൊരു നടി എന്ത് കിടിലം പെർഫോമൻസാ. നല്ല സിനിമ, നല്ല അതായത് ഇമോഷണൽ ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സിനിമ. എല്ലാവരും നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസാണ്. അർജുൻ, സംഗീത ചേച്ചി, എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ അപർണദാസ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? അടിപൊളിയാണ്. ഓക്കെ, അത് കേട്ടാൽ മതി. ഹിറ്റാവട്ടെ, സൂപ്പർ ഹിറ്റാവട്ടെ. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. കാരണം ഇപ്പോൾ കണ്ടവർ ഒരുപാട് പേര് സിനിമാക്കാർ തന്നെ ഉണ്ട്. പക്ഷെ അല്ലാതെ നമ്മുടെയൊക്കെ ഫാമിലീസ് ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്കപ്പോൾ ഇങ്ങനെ കരച്ചിൽ ഞാൻ ഇങ്ങനെ കൺട്രോൾ പിടിച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഒരുപാട് സന്തോഷം. ഇത് തന്നെ എല്ലാവരും സ്പ്രെഡ് ചെയ്യുക. ഈ വെള്ളിയാഴ്ച നമ്മുടെ ഭാഗ്യത്തിന് അധികം സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം ഹോപ്പ്ഫുള്ളി ഈ വീക്കെൻഡ് നിങ്ങൾ ആനന്ദ് ശ്രീബാല കണ്ടിട്ട് എൻജോയ് ചെയ്യും. താങ്ക് യു. ഞാനിത് കുറേ ആയി കാണുന്നു. ഇങ്ങനെ ഫുൾ സ്ക്രീനിൽ ഫുൾ എഫക്റ്റിൽ കണ്ടതിൽ സന്തോഷം. നല്ല പടമാണ്, എല്ലാവരും പോയി കാണണം, റെസ്പോൺസ് അറിയിക്കണം.